എന്റെ ആഫീസ് മുറിയിൽ ടീച്ചറെ കാണാൻ ഒരു വിസിറ്റർ ഇരിപ്പുണ്ട്. ഞങ്ങൾ ഇന്നലെ വീട്ടിൽ വന്നായിരുന്നു. സ്കൂള് കഴിഞ്ഞ് ചെന്നപ്പോ അപ്പച്ചൻ പറഞ്ഞു, കുട്ടപ്പായി, കുരുവിളച്ചായൻ റബേക്ക ടീച്ചറെ ഹെഡ് മാസ്റ്ററുടെ മുറിയിൽ വിളിച്ചു വരുത്തിയിട്ടുണ്ടല്ലോ. എന്താ ടീച്ചർ വല്ല കുഴപ്പമൊപ്പിച്ചോ? ഇച്ഛാനാ? ഏയ്, അങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ല. ഇതൊരു സീരിയസ് അപ്രോച്ച് ആണെന്ന് ഞാൻ കരുതിയില്ല. അദ്ദേഹം എന്നെ കളിയാക്കാണെന്നാ ധരിച്ചത്. വീട്ടിൽ ചെന്നപ്പോഴാ അപ്പച്ചൻ വിവരങ്ങളൊക്കെ പറഞ്ഞ്. അപ്പോ ടീച്ചറിന് കുട്ടപ്പായോട് ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ? ഇല്ല. ആളറിയാതാണേലും ആദ്യം എന്റെ ഭാഗത്താ തെറ്റുകൾ സംഭവിച്ചത്. പിന്നെ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ അല്പം ഗൗരവം നടിച്ചതേ ഉള്ളൂ ഞാൻ. ഇക്കാലത്ത് സാധാരണ ചെറുപ്പക്കാർ ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ വൈറ്റ് കോളർ ജോബ് മാത്രമല്ലേ ചെയ്യത്തുള്ളൂ. പക്ഷെ 2 വിഷയത്തിൽ മാസ്റ്റർ ഡിഗ്രി ഉണ്ടായിട്ടും എന്ത് ജോലിയും ചെയ്യാനുള്ള ആ മനസ്സാ എന്നെ അത്ഭുതപ്പെടുത്തിയത്. എന്റെ അപ്പച്ചൻ പറഞ്ഞത് ശരിയാ. ഇങ്ങനൊരു ആലോചന വന്നതും അദ്ദേഹം ഇതിന് സമ്മതം മൂളിയതുമെല്ലാം ഭാഗ്യമെന്നേ എനിക്കും പറയാനുള്ളൂ. ഇപ്പോഴാ എനിക്കൊരു സമാധാനായത്. അപ്പൊ പിന്നെ മധ്യവേനൽ അവധി കഴിഞ്ഞ് നോമ്പ് വീടിയിട്ട് കല്യാണം അങ്ങ് നടത്തേ വേണ്ടു. കാണാം. നിക്കടി അവിടെ. നീ ഇച്ചായനോട് പറഞ്ഞതെല്ലാം ഞാൻ പുറത്തുനിന്ന് കേട്ടു. നീ എന്നാ പറഞ്ഞ? ഈ കുട്ടപ്പായിയെ വിവാഹം കഴിക്കുന്നത് നിന്റെ ഭാഗ്യം, നിന്റെ അപ്പന്റെ ഭാഗ്യം, നിന്റെ അപ്പാപ്പന്റെ ഭാഗ്യം. പിന്നെ ലോറിക്കണക്കിന് ഭാഗ്യങ്ങൾ ഇങ്ങനെ വന്ന് കേറാൻ പോവല്ലേ? കാത്തിരുന്നാ മതി. എടി, നിന്നെ പോലെ അഹങ്കാരിയായ ഒരു നരുന്ത് പെണ്ണിനെ അല്ലാതെ ഈ കുട്ടപ്പായിക്ക് വേറെ പെണ്ണിനെ കിട്ടില്ലെന്ന് കരുതിയോ? ഓ, കണ്ടേച്ചാലും മതി. മുരിങ്ങക്കോലിന് കണ്ണും മൂക്കും വെച്ച പോലൊരു സാധനം. അയ്യേ, എന്താ കുട്ടപ്പായി? ഹേയ്, ഒന്നുമില്ല. സാറ് ഭാര്യയും കൊണ്ട് മീൻ വിഴുങ്ങാൻ വെക്കോ? ക്ലാസ് ഒക്കെ ഞാൻ എടുത്തോളാം. വിട്ടോ. നീ പോവാൻ വരട്ടെ, ഞാൻ പറഞ്ഞിരുന്നില്ല. എടി, നിന്റെ മനസ്സിലിരിപ്പൊന്ന് അറിയാൻ വേണ്ടി മാത്രമാ ഇച്ചായമാര് വന്ന് കല്യാണം ഉറപ്പിച്ചു എന്ന് പറഞ്ഞപ്പോ ഞാൻ നിന്നോട് വന്ന് സംസാരിച്ചത്. അപ്പൊ നിനക്ക് പിന്നെ അഹങ്കാരം. നീ എന്നാ കരുതിയേ? നിന്റെ സൗന്ദര്യം കണ്ട് ഞാനങ്ങ് മയങ്ങിയെന്ന്. എടി, പെണ്ണുങ്ങളായ ഇച്ചിരി അടക്കവും ഒതുക്കവും ഒക്കെ വേണം. ഭാരത സ്ത്രീതൻ ഭാവശുദ്ധി എന്നൊക്കെ നിന്നെ പോലെ തന്റേടിയായ മീശയും വെച്ച് നടക്കുന്ന ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി ഒരിക്കലും പറയാനൊക്കെയില്ല. MA കാരനായ തേവക്കാട്ട ജോസഫ് എബ്രഹാം എന്ന കുട്ടപ്പായിക്ക് വിവരദോഷിയായ ഒരു ഉണക്ക ടീച്ചറോ? ഞാൻ വല്ല ഡോക്ടറെ എഞ്ചിനീയറെ കിട്ടുമോ നോക്കട്ടെ. നീ വിഷമിക്കണ്ട. നിനക്ക് പണ്ട് ഞങ്ങളുടെ ഷാപ്പിൽ മീൻകറി വെക്കാൻ ഒരു കുഞ്ഞിപ്പൈലോ നിന്നായിരുന്നു. അവനെ ആലോചിക്കാം. എന്നാടി നിന്ന് കരയുന്നേ? ഇപ്പൊ നിന്റെ തന്റെ ഇടവും പാചകമൊക്കെ എവിടെ പോയി? നിന്ന് മോങ്ങാതെ വണ്ടിയിലോട്ട് കയറി. വണ്ടിയിലോട്ട് കയറാൻ പറഞ്ഞപ്പോ പറഞ്ഞാ നീ കേക്കത്തില്ല. ഇങ്ങോട്ട് കയറി. എന്നാടി പേടിച്ചു പോയെ? ഇതൊക്കെ കുട്ടപ്പായുടെ ഒരു നമ്പർ അല്ലയോ? നിന്നെ ഒരു കുഞ്ഞിപ്പൈലൊന്നും വിട്ടുകൊടുക്കുകയല്ലേ കുട്ടപ്പായി. എനിക്ക് വേണം നിന്നെ.